പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ അദ്ദേഹം അനുസ്മരിക്കുന്നു. ലീഡേഴ്സിൽ ചരിത്ര പുരുഷന്മാരിൽ ഒരാളുടെ വിടവാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാനമായ പങ്കാണ് ഈ മൻമോഹൻ സിംഗ് വഹിച്ചത്. ആദ്യത്തെ മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രി എന്നുള്ള നിലക്ക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരം കുറേ കൂടി നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് ഇന്നത്തേതിനേക്കാൾ കൂടുതലാകുമായിരുന്നു. ലോകത്തെല്ലാ രാജ്യങ്ങളും സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയപ്പോഴും ഇന്ത്യ അറച്ചറച്ച് നിന്നത് കാരണം നമുക്ക് വലിയ പ്രതിസന്ധി വന്നിരുന്നു. കരുതൽ ധനശേഖരം അതുപോലും മൈനസായ സ്ഥിതിയായിരുന്നു രാജ്യത്ത്. ആ ദുരവസ്ഥയിൽ നിന്ന് അന്നൊക്കെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തുണ്ടായിരുന്ന ദുരവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ വൈദഗ്ധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്നിപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്ന സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കാത്ത രാജ്യങ്ങൾ ലോകത്തില്ല. അപൂർവമായി ചില ഉത്തര കൊറിയൻ രാജ്യങ്ങളെപ്പോലെയുള്ള ഏതെങ്കിലും രാജ്യം ഉണ്ടാവും. ആ രാജ്യത്തൊക്കെ ജനങ്ങൾ അതിൻ്റെ കെടുതി അനുഭവിക്കുന്നുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആർക്കും സാധ്യമല്ല. ഇത് നേരത്തെ മനസ്സിലാക്കി വലിയ റെസിസ്റ്റൻസും അതുപോലെ തന്നെ എതിർപ്പ് പല തരത്തിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ ഉണ്ടായിട്ടും മൻമോഹൻ സിംഗ് തൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ച് നിന്നതുകൊണ്ട് ആണ് സത്യത്തിൽ രാജ്യം ഇത്രയെങ്കിലും ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത്. കേരളത്തിൽ UDF ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ആ ഗവൺമെൻറ്റുകളൊക്കെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നുള്ള നിലക്കാണ് ശ്രീ മൻമോഹൻ സിംഗിനെ കണ്ടത്. ഞാൻ ഓർക്കുകയാണ്, ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന കേരളത്തിലെ ജിമ്മ് അതുപോലെ തന്നെ എമർജിങ് കേരള ഈ വലിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള അഡ്വൈസ് ഞങ്ങൾ എടുത്തിരുന്നത് ആൻ്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തുമൊക്കെ എടുത്തിരുന്നത് ശ്രീ മൻമോഹൻ സിംഗിൽ നിന്നാണ്. അന്ന് ധനകാര്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം എൻ്റെ വസതിയിൽ ചേർന്ന ഒരു ചർച്ചയിൽ അന്ന് അദ്ദേഹം ഉപദേശിച്ച ഒരു കാര്യമാണ് അന്നത്തെ ജിമ്മിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ എമർജി കേരള അന്ന് വന്ന നിക്ഷേപ പ്രപ്പോസൽസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പിൽക്കാലത്ത് വന്ന പല ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകളും. അപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് ഉപദേശിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള അതായത് വലിയ ബാങ്കുകൾ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ചെയ്യുന്ന വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കേരള ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുത്ത് കൊണ്ടുവരണം എന്നാണ്. അന്നത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സത്യത്തിൽ കേരള ഗവൺമെൻറ്റിന് മൻമോഹൻ സിംഗിൻ്റെ വലിയ സഹായം ആ കാലത്ത് കിട്ടിയിരുന്നു. കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിന് കൂടുതൽ മന്ത്രിമാരുണ്ടായിരുന്നു, കൂടുതൽ പരിഗണന ഉണ്ടായിരുന്നു, സാമ്പത്തികമായി ഒരുപാട് സഹായം കിട്ടിയിരുന്നു. ഇപ്പോൾ വലിയ ദുരന്തം ഉണ്ടായിട്ട് പോലും അരപ്പൈസ കിട്ടാത്ത കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ രീതി മറ്റൊന്നായിരുന്നു. മൻമോഹൻ സിംഗ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഞങ്ങൾ മിനിസ്റ്റേഴ്സിൻ്റെ ഡെലിഗേഷനും ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരക്ഷരം മിണ്ടാതെ ശ്രദ്ധിച്ച് കേൾക്കുകയും പറഞ്ഞത് മനസ്സിൽ ശരിക്ക് പതിഞ്ഞ ശേഷം അതിനുള്ള ആക്ഷൻ അപ്പോൾ അവിടെ വെച്ച് തന്നെ ഫോണെടുത്ത് ബന്ധപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ അദ്ദേഹം അനുസ്മരിക്കുകയായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ പ്രവർത്തന കാലഘട്ടം, ഒപ്പം തന്നെ കേരളത്തോട് കാണിച്ചിരുന്ന പ്രത്യേക താല്പര്യം, കേരളത്തിൻ്റെ വികസന ആശയങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ച പ്രത്യേക കാര്യങ്ങൾ കൂടിയാണ്
പി കെ കുഞ്ഞാലിക്കുട്ടി ഓർമ്മപ്പെടുത്തിയത്.